ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. യെസ്, നമ്മുടെ IT-യിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം IT-യുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അല്ലേ. നമുക്കറിയാം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് IT-ക്ക്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വളരെ ആവേശത്തോട് കൂടിയിട്ട് തന്നെ IT-യിലെ ഓരോ പ്രാക്ടിക്കലും തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു 10 A+ൽ ഒരു A+ ആയ ആ ഒരു IT-യിലെ A+ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, പല സ്കൂളുകളും കൃത്യമായിട്ട് പ്രാക്ടിക്കലോ തിയറിയോ പഠിപ്പിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അപ്പം അതിനൊക്കെ പരിഹാരമായിട്ടാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രാക്ടിക്കൽ കണ്ട് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് IT-ൽ ഫുൾ A+ വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഒക്കെ കിട്ടൂടാ, A+ തന്നെ കിട്ടണം നമുക്ക്, എന്നാലേ അതിലൊരു ബെനിഫിറ്റ് ഉള്ളൂ അല്ലേ. അപ്പോൾ ആ A+ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലൊക്കെ നിരവധി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളത് കപ്പും സോസറും ഉണ്ടാക്കലാണ്. പല കുട്ടികളും അതിമം ഇങ്ങനെ കുത്തിരിക്കുക ചെയ്യാം. നിങ്ങൾക്കറിയോ ഈ കപ്പും സോസറും പരീക്ഷയ്ക്ക് വരുമോന്ന്? വരൂല. പിന്നെ എന്താ വരിക? വരില്ല. എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത വേറെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക. ഒരിക്കലും നിങ്ങൾ കപ്പും സോസറും പ്രതീക്ഷിച്ചാണ് എന്ത് ചെയ്യേണ്ട, പരീക്ഷയ്ക്ക് നിങ്ങൾ പോകണ്ട. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുന്നത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ, ഇങ്ക്സ്കേപ്പ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ ടൂളുകൾ എന്തൊക്കെ ചെയ്യും. റെക്റ്റാങ്കിൾ ടൂൾ എന്ത് ചെയ്യാനാണ്, അതേപോലെ സർക്കിൾ ടൂൾ എന്ത് ചെയ്യാനാണ്, ട്രാൻസ്ഫോം ടൂൾ എന്തിനാണുള്ളത്, എന്തിനാണ് ഗ്രൂപ്പ് ആക്കുന്നത്, എന്തിനാണ് അൺഗ്രൂപ്പ് ആക്കുന്നത്, എന്തിനാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക്, എന്താണ് ലീനിയർ ഗ്രേഡിയന്റ്, എന്താണ് റേഡിയൽ ഗ്രേഡിയന്റ്, എന്താണ് ബ്ലർ, എന്താണ് ഒപ്പാസിറ്റി, ഇതൊന്നും അറിയാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ടൊന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നിരവധി പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്നാമത്തെ പ്രാക്ടിക്കൽ നമ്മുടെ ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക്, അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രാക്ടിക്കൽ അതാണ് നമ്മൾ എന്ത് ചെയ്യാം, വഴിക്ക് വഴിയായിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യത്തെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ? യെസ്, നോക്കാം. ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. താഴെ തന്നിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ക്സ്കേപ്പിൽ ഈ ചിത്രം എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എന്നിട്ടോ ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ്. ഇതിലുള്ള ഓരോ ചിത്രങ്ങളും എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ആക്കണം. അതായത് ഓരോ പാർട്ട് സെഗ്മെന്റ് ആയിട്ടാണല്ലോ, ഇതിൽ കൂടി യോജിപ്പിച്ചിട്ടാണല്ലോ ഈ കാണുന്ന ചിത്രം ഉണ്ടായിട്ടുള്ളത് അല്ലേ. അതെന്ത് ചെയ്യണം, ഗ്രൂപ്പ് ആക്കണം. എന്നിട്ടോ സേവ് ദ ഇമേജ് ആസ് SVG ഫയൽ. ഇത് SVG ഫയലായിട്ട് സേവ് ചെയ്യണം. എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? exam10 ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. ഹോമിലെ exam10 ഫോൾഡറിൽ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ, രജിസ്റ്റർ നമ്പറും പിന്നെ അണ്ടർസ്കോർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്ലിക്കേഷനിൽ പോയിട്ട് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, തുറക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രാഫിക്സിൽ പോയി കഴിഞ്ഞാൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് തുറന്നു വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ബോർഡർ കാണുന്നുണ്ടല്ലോ, ഈ ബോർഡർ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യണം, ഇവിടെ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോവുക. എന്നിട്ട് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് കാണുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോ പേജ് ബോർഡർ എന്ന് കാണാൻ പറ്റും അല്ലെ. എന്താണ് ഷോ പേജ് ബോർഡർ എന്ന് കാണാൻ പറ്റും. ഇവിടെ കാണുന്നുണ്ട്, ഞാൻ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷോ പേജ് ബോർഡർ. അത് ജസ്റ്റ് ടിക്ക് മാർക്ക് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡർ പോയതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ബോർഡർ തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുക, ബോർഡർ ഒഴിവാക്കാം. യെസ്, എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഫയലിൽ പോവുക, ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പേജ് ബോർഡറിന്റെ ടിക്ക് മാർക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് വന്നു. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സെമി സർക്കിൾ വരക്കണം. ഏത് കളറിൽ? ഗ്രീൻ കളറിൽ. പിന്നെ നമുക്ക് അടുത്തൊരു സെമി സർക്കിൾ ഇങ്ങനെ വരക്കണം. അത് ഏത് കളറിലാണ്? റെഡ് കളറിൽ. പക്ഷേ ഈ ഭാഗത്ത് ഒരു വൈറ്റ് പോർഷൻ ആയിട്ട് വരണം, ഇവിടെ ഒരു റെഡ് പോർഷൻ ആയിട്ട് വരണം. പിന്നെ അതിനുശേഷം ഇവിടെ ചെറിയ ചെറിയ സർക്കിൾ വരച്ചെടുത്ത് അതിന് എന്ത് കൊടുക്കണം, ബ്ലാക്ക് കളർ കൊടുക്കണം. എന്നാലേ നമുക്ക് വാട്ടർ മെലഡ് കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലേക്ക് തന്നെ വരാം. യെസ്, ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ടൂൾ എടുക്കുകയാണ്, ക്രിയേറ്റ് സർക്കിൾ ടൂൾ അല്ലേ. സർക്കിൾ ടൂൾ എടുത്തു, ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതിപ്പോൾ സർക്കിളാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്താക്കണം, സെമി സർക്കിൾ ആക്കണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ എൻഡ് എന്ന് പറഞ്ഞ ഭാഗം കണ്ടോ, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു 180 എന്ന് കൊടുക്കുക. യെസ്, അപ്പോൾ അതിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുത്താൽ എന്താ പ്രശ്നം സാറേ? സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുത്താൽ എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ ഇവിടെ 0 ആക്കിയിട്ട് എന്താണ്, ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ഞാൻ 180 കൊടുത്തു നോക്കുക, എന്താ വരിക അല്ലേ. യെസ്,
ഓക്കെ, ഇങ്ങനെ വന്നു. സ്റ്റാർട്ടിൻ്റെ ഭാഗത്ത് ഞാൻ 180 കൊടുത്തു. നോക്കാം, സോറി സെലക്ട് ചെയ്യാതെ കൊടുത്തത്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 180 കൊടുത്തു. എന്താ സംഭവിക്കുക, ഇതാ ഇങ്ങനെ വരും. നമുക്ക് ഇങ്ങനെയല്ലല്ലോ, തല തിരിഞ്ഞിട്ടല്ലേ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, 0 ആക്കിയിട്ട് ഇവിടെ 180 കൊടുക്കാം. 180, യെസ്. അപ്പോൾ ഇങ്ങനെ വരും. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ടൂൾ, ഇതാണ് ട്രാൻസ്ഫോം ടൂൾ, ഈ ആരോ മാർക്ക് ഉള്ളത്, അതിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇതിൻ്റെ കളർ ശരിക്കും പച്ചയല്ലേ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ എന്താ കൊടുത്ത്, പച്ച കളറാണല്ലോ, ഗ്രീൻ കളറാണല്ലോ. അപ്പോൾ ഗ്രീൻ കളർ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രീൻ ഉണ്ടല്ലോ, ഗ്രീൻ കൊടുത്തു. യെസ്, ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു സെമി സർക്കിൾ വരക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക, അതിന് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ്, എന്നിട്ട് ഇത് കുറച്ചും ഇങ്ങോട്ട് നീക്കി വെക്കുക. ഇതിൻ്റെ മുകളിൽ തന്നെ വരുമല്ലോ ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ട് അതിന് കളർ റെഡ് കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക. ചെറുതാക്കിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. യെസ്, ഇത്ര വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കണം അല്ലേ. കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കളർ ഒന്ന് നോക്കാം. ഈ ഭാഗത്ത് വൈറ്റും ആണ് വരുന്നത്, ഈ ഭാഗത്ത് റെഡും ആണ്. അപ്പോൾ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡിയൻറ്റിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഗ്രേഡിയൻറ്റ് പോകാൻ ആദ്യം ഞാൻ ഈ ഒരു സെമി സർക്കിൾ ചൂസ് ചെയ്ത്, ഏത് ഈ റെഡ് കളറുള്ള. എന്നിട്ട് ഒബ്ജക്റ്റിൽ പോവുക, ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് ചൂസ് ചെയ്തു. ഞാൻ ആ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജസ്റ്റ് ഈ സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. യെസ്, ഓക്കെ, എന്നെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണത്, ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഓരോ റെക്റ്റാങ്കിൾ കാണാം. ഇവിടെ ഫ്ലാറ്റ് കളർന്ന് കാണാൻ പറ്റും, ഇവിടെ ലീനിയർ ഗ്രേഡിയൻ്റ് കാണാൻ പറ്റും, ഇവിടെ റേഡിയൽ ഗ്രേഡിയൻ്റ് കാണാൻ പറ്റും, അങ്ങനെ പലതും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ലീനിയർ ഗ്രേഡിയൻ്റ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ നീളത്തിൽ ലൈന് കാണാൻ പറ്റും, നീളത്തിൽ. അത് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഈ ഭാഗം തിരിച്ച് ഇങ്ങനെ ആക്കി. യെസ്, ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. കളറൊന്നും ഇപ്പോൾ നോക്കണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കാരണം ഈ മുകൾ ഭാഗത്ത് വരേണ്ടത് റെഡ് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് വേണ്ടി ഞാൻ റെഡ് ചൂസ് ചെയ്തു. ഓക്കെ, അല്ലെ ഇവിടെ വന്നിട്ട് നമുക്ക് റെഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ താഴ്ഭാഗത്ത് എന്ത് കളറാണുള്ളത്, അവിടെ വൈറ്റ് ആണ് വേണ്ടത് നമുക്ക്, വൈറ്റ്. അപ്പോൾ ഞാൻ വൈറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, വൈറ്റ്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അതിങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഓക്കെ, റെഡി. ഇപ്പോൾ ഏകദേശം ഇതുപോലെ ആയി. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മളെ വാട്ടർ മെലൻ്റെ പോലെ ആയിട്ടുണ്ട് അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്താ നമ്മൾ ചൂസ് ചെയ്തത്, ലീനിയർ ഗ്രേഡിയൻറ്റ്. എന്നിട്ട് മുകൾ ഭാഗത്ത് റെഡ് വരാൻ വേണ്ടി മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ലൈനിൻ്റെ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു റെക്റ്റാങ്കിൾ ഉണ്ടാവും, അതിന് ക്ലിക്ക് ചെയ്തിട്ട് റെഡ് ചൂസ് ചെയ്തു. അടിഭാഗത്ത് റൗണ്ട് ഉണ്ടാകുക, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ, ഇനി എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ഈ കാണുന്ന 5 എന്തുണ്ടാക്കണം, ചെറിയ സർക്കിൾ ഉണ്ടാക്കണം. കാരണം അത് വിത്താണ്, സീഡാണ് ഇതിൻ്റെ ഉള്ളത്തെ. യെസ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് സർക്കിൾ വരച്ചു. സർക്കിള് അത് നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് വലുതാക്കിയിട്ട് സർക്കിൾ വരച്ചിട്ട് ഫുൾ റൗണ്ട് ഇട്ടു. അതിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് അല്ലേ. യെസ്, ബ്ലാക്ക് ഇട്ടു. യെസ്, സോറി, ട്രാൻസ്ഫോം ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. യെസ്, ഇനി എങ്ങനെ അത് വെച്ചുള്ള ഒന്നും കൂടി നോക്കാം. യെസ്, ഇതിങ്ങനെ അറേഞ്ച് ചെയ്താൽ 2 ഇങ്ങനെ 5 ഉണ്ട് അല്ലേ ടോട്ടൽ. അപ്പോൾ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം. യെസ്, ഇതിൻ്റെ കോപ്പി എടുത്തു, പേസ്റ്റ് അടിച്ചു. ഒന്നും കൂടി ഈ സൈഡിലേക്ക് വെച്ചു. 2 കോപ്പി എടുത്തു, പേസ്റ്റ് അടിച്ചു. ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, 3 പിന്നെ അഗെയിൻ പേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ജസ്റ്റ് ഒന്ന് 5 എണ്ണമായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ജസ്റ്റ്. ഓക്കെ, ഇങ്ങോട്ട് വെച്ചു. എല്ലാം ഓരോ വലുപ്പമാണ്, അതാണ് ഞാൻ കോപ്പി എടുത്തത് കേട്ടോ. അല്ലെ വേറെ സർക്കിൾ ഉണ്ടാക്കാൻ തന്നാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ വെച്ചു. ഓക്കെ, ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കേണ്ടി വരുമോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ
തണ്ണീർമത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം? എല്ലാം കൂടി ഇതൊരു സെമി സർക്കിൾ, ഇത് വേറൊരു സെമി സർക്കിൾ, പിന്നെ ഇതൊക്കെ ഒരു സർക്കിൾ അല്ലേ. ഇതിനെന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാം കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിൽ പോയി ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. യെസ്, ഇത് ഒറ്റ ചിത്രമായി മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് എങ്ങനെ സേവ് ചെയ്യാൻ പറഞ്ഞത്? ഗ്രൂപ്പ് ആക്കാനുള്ള ഗ്രൂപ്പ് ആക്കി ഇനി SVG ഫയലായിട്ട് സേവ് ചെയ്യാം അല്ലേ. SVG ഫയൽ. അപ്പോൾ ഫയലിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കണ്ടോ നിങ്ങൾക്ക്? നേരെ സേവാസ് അടിച്ച് സേവ് ചെയ്യാം. നേരെ സേവാസ് അടിച്ച് സേവ് ചെയ്യുമ്പോഴാണ് SVG ഫയൽ സേവ് ചെയ്യുക. നേരെ SVG ഫയലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് exam10 എന്ന് പറഞ്ഞ ഫോൾഡറിൽ എന്ത് ചെയ്യുക? കൊണ്ടുപോയി സേവ് ചെയ്യുക. കണ്ടോ നിങ്ങൾ? ഹോമിലെ exam10 കണ്ടോ? exam10 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്? രജിസ്റ്റർ നമ്പർ കൊടുക്കണം. 1 2 3 4 അതാണ് രജിസ്റ്റർ നമ്പർ വിചാരിക്കുക. അണ്ടർസ്കോർ ഷിഫ്റ്റ് നെക്കി -നെക്കി അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സേവ് അടിക്കുക. ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ക്ലിയർ അല്ലേ? സിമ്പിൾ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ ആ ചോദ്യം ചെയ്തത് മനസ്സിലായല്ലോ? യെസ്, ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാക്ടിക്കലും വഴിക്ക് വഴി. ഇപ്പൊ ഇതിൽ എന്തൊക്കെ പഠിച്ചു? എങ്ങനെ സർക്കിൾ വരയ്ക്കാന്ന് പഠിച്ചു, എങ്ങനെ സെമി സർക്കിൾ വരയ്ക്കാന്ന് പഠിച്ചു, അതേപോലെ എങ്ങനെയാണ് ലീനിയർ ഗ്രേഡിയന്റ് എടുക്കാന്ന് പഠിച്ചു അല്ലേ. അതേപോലെ ഇനി ഗ്രൂപ്പ് എങ്ങനെ ആക്കാന്ന് പഠിച്ചു. ഇത് അടുത്ത പ്രാക്ടിക്കലിലും ആവർത്തിച്ച് വരും. അപ്പൊ ഒന്നും കൂടി പഠിക്കും. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് സെറ്റ് ആയിട്ട് മുന്നോട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത പ്രാക്ടിക്കൽ കാണാം. ബൈ.